വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ രേഖകൾ: രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, PUC സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നികുതി ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GCR, പെർമിറ്റ്, PUC സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സ് ടോക്കൺ. ഉത്തരം: രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നികുതി ടോക്കൺ, PUC സർട്ടിഫിക്കറ്റ്. ഹോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ആരാധനാലയങ്ങൾക്ക് സമീപം, ആശുപത്രിക്ക് സമീപം, കോടതികൾ, പോലീസ് സ്റ്റേഷനു സമീപം, ജംഗ്ഷനുകളിൽ. ഉത്തരം: ആശുപത്രിക്ക് സമീപം, കോടതികൾ. LVM ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനം ഓടിക്കുന്നതിന് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര? 16 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സ്. ഉത്തരം: 18 വയസ്സ്. നിങ്ങൾ ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ മറ്റൊരു വാഹനം എതിർവശത്ത് നിന്ന് പ്രവേശിക്കാൻ പോകുകയാണെങ്കിൽ ഡാഷ്. വേഗത കൂട്ടുക, ഹെഡ്ലൈറ്റ് ഇട്ട് പാലം കടക്കുക, മറ്റേ വാഹനം പാലം കടക്കുന്നതുവരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോവുക. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം: മറ്റേ വാഹനം പാലം കടക്കുന്നതുവരെ കാത്തിരിക്കുക, തുടർന്ന് മുന്നോട്ട് പോവുക. മോട്ടോർ കാറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം ഡാഷ്. കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരം, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം, കറുത്ത പ്രതലത്തിൽ വെള്ള അക്ഷരം, വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം. ഉത്തരം: വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം. ലേണേഴ്സ് കരസ്ഥമാക്കിയതിനു ശേഷം കുറഞ്ഞത് എത്ര ദിവസത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാവുന്നത്? 7 ദിവസം, 30 ദിവസം, 60 ദിവസം, 90 ദിവസം. ഉത്തരം: 30 ദിവസം. വാണിജ്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം ഡാഷ്. മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരം, വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരം, മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരം. ഉത്തരം: മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം. ഡ്രൈവറുടെ അരികിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ വാഹനം നിയന്ത്രിക്കാൻ അസൗകര്യം ഉണ്ടാക്കുന്നു എങ്കിൽ ഡാഷ്. RTOയുടെ അനുമതിയോടെയാണ് അനുവദിക്കാം, അനുവദനീയമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ അനുവദനീയമാണ്, ഒരു കുറ്റമല്ല. ഉത്തരം: അനുവദനീയമല്ല. വാഹനം ഓടിക്കുമ്പോൾ രക്തത്തിൽ മദ്യത്തിൻ്റെ അളവ് ഡാഷ് കൂടിയാൽ ശിക്ഷാർഹമാണ്. 100 മില്ലി രക്തത്തിൽ 30 മില്ലിഗ്രാമിൽ കൂടുതലായാൽ, 100 മില്ലി രക്തത്തിൽ 30 മില്ലിഗ്രാമിൽ കുറവായാൽ, 100 മില്ലി രക്തത്തിൽ 100 മില്ലിഗ്രാമിൽ കൂടുതലായാൽ, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം: 100 മില്ലി രക്തത്തിൽ 30 മില്ലിഗ്രാമിൽ കൂടുതലായാൽ. ഏത് ക്ലാസ് വാഹനത്തിലും ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ ഏത് ക്ലാസ്സിൽ? അതെ, സ്റ്റേജ് കാരേജ് ബസ്സുകളിൽ, കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിൽ. അതെ, EIBയിൽ. ഒരു ക്ലാസ് വാഹനത്തിലും അനുവദനീയമല്ല. ഉത്തരം: കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിൽ.
MB ആക്ട് 1988 സെക്ഷൻ 131 ഡ്രൈവറുടെ ചുമതലകൾ നിശ്ചയിക്കുന്നു. ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ട ചുമതലയെ സംബന്ധിച്ച്, സിഗ്നലിംഗ് ഉപകരണങ്ങളും സംബന്ധിച്ച്, കാവൽക്കാരില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്, അപകടമുണ്ടായാൽ ഡ്രൈവറുടെ ഡ്യൂട്ടി സംബന്ധിച്ച്. ഉത്തരം കാവൽക്കാരില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച്. രജിസ്ട്രേഷൻ നമ്പറുകൾ പ്രകാശിപ്പിക്കേണ്ടത് ഏത് കളർ ലൈറ്റ് കൊണ്ടാണ്? ചുവന്ന വെളിച്ചം, വെളുത്ത വെളിച്ചം, നീല വെളിച്ചം, ആംബർ ലൈറ്റ്. ഉത്തരം വെളുത്ത വെളിച്ചം. ഡ്രൈവർമാർ ഹോൺ മുഴക്കരുത് ഡാഷ്. വൺ വേ റോഡിൽ, പ്രധാന റോഡിൽ, നിശബ്ദ മേഖലയിൽ, മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം നിശബ്ദ മേഖലയിൽ. റിയർവ്യൂ മിററിൽ എന്തെങ്കിലും തൂക്കിയിടുന്നത് ഡാഷ്. നിയമപരമായി തെറ്റാണ്. അതിൻ്റെ വലിപ്പം അനുസരിച്ച് അനുവദനീയമാണ്. ഒബ്ജക്റ്റ് ഡ്രൈവറുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. വസ്തു മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമാകുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. ഉത്തരം നിയമപരമായി തെറ്റാണ്. സ്റ്റാൻഡേർഡ് ഹെഡ്ലൈറ്റുകൾക്ക് പുറമെ അധിക ഹെഡ്ലൈറ്റ് ഘടിപ്പിക്കാൻ ആകുമോ? നൽകാം. അധിക വെളിച്ചം റോഡിനെ തെളിച്ചമുള്ളതാക്കുന്നു. നൽകാം. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് കാഴ്ച കുറവുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരെണ്ണം ചേർക്കാം. ഇല്ല. അധിക ലൈറ്റുകൾ പാടില്ല. വാഹനത്തിൻ്റെ അടിഭാഗത്ത് നൽകാം. ഉത്തരം ഇല്ല. അധിക ലൈറ്റുകൾ പാടില്ല. സാധുവായ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ മോട്ടോർ വാഹനം നൽകാമോ? ഓപ്ഷൻസ്: നൽകാം. കാരണം ഡ്രൈവർ മാത്രമാണ് ഉത്തരവാദി. നൽകാം. ആ വ്യക്തി ഡ്രൈവിംഗ് വിദഗ്ധനാണെങ്കിൽ. വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം. ഇല്ല. കാരണം വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി ബാധ്യസ്ഥരാണ്. ഉത്തരം ഇല്ല. കാരണം വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് ഒരേ സമയം എത്ര ഡ്രൈവിംഗ് ലൈസൻസ് വരെ കയ്യിൽ വെക്കാം? പരമാവധി 3 ലൈസൻസ്. ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്. എത്ര ലൈസൻസും ആകാം. എന്നിരുന്നാലും ഓരോ ലൈസൻസിലും ഒരു ക്ലാസ് വാഹനത്തെ മാത്രമേ അനുവദിക്കൂ. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ്. ഒരു സംസ്ഥാനത്ത് നൽകിയ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് സാധുവാണ് എവിടെ? ഇന്ത്യയിലുടനീളം, ലോകമെമ്പാടും, ഇഷ്യൂ സംസ്ഥാനത്ത് മാത്രം, ഇന്ത്യയിലുടനീളവും പരസ്പര കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളും. ഉത്തരം ഇന്ത്യയിലുടനീളം. കെട്ടിവലിക്കുന്നത് ഡാഷ് വാഹനത്തിനു മാത്രം അനുവദനീയമാണ്. യാന്ത്രിക തകരാറുള്ള വാഹനങ്ങൾ, രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ, രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ, മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം യാന്ത്രിക തകരാറുള്ള വാഹനങ്ങൾ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡാഷ്. നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ഇന്ധനമാറ്റം അനുവദനീയമല്ല. ആധുനിക LPG ഇൻബിൽറ്റ് മോഡലുകളുടെ കാര്യത്തിൽ പോലും ഉപയോഗിക്കാൻ കഴിയില്ല. അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. ഉത്തരം അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.